ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മൾ ഇന്ന് സ്റ്റോൺ മേസൺറി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡെഫിനേഷൻസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആ ഡെഫിനേഷൻസ് നിങ്ങൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. അതിനുശേഷം അതിന്റെ ആ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് നമ്മൾ അതൊന്ന് പറ്റിയ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എളുപ്പത്തിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. എക്സാമിന് ഇങ്ങനത്തെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിന്റ്സ് ആണ്. നമുക്കിപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൽ നിന്ന് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ചിലപ്പം അതേപോലെ തന്നെ നമുക്കിപ്പോൾ 6 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഇങ്ങനത്തെ ഒരു 3 ടേം വന്നിട്ട് ഡെഫിനിഷൻ ഡിഫൈൻ ദി ഫോളോയിങ് എന്നും പറഞ്ഞ് നമുക്ക് ചോദിക്കാം. അപ്പം ആ രീതിയിൽ തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാം. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് നാച്ചുറൽ ബെഡ്. നാച്ചുറൽ ബെഡ്, ഓക്കെ, അതായത് നമ്മളിപ്പം ഒരു സ്റ്റോൺ നമ്മൾ ലേ ചെയ്യുന്നത്, അതായത് ആ ലോ ട്രാൻസ്ഫറിങ് എഫക്റ്റീവ് ആയിട്ട് വരണമെങ്കിൽ ആ നാച്ചുറൽ ബെഡിന്റെ അലൈൻമെന്റ് ആ ലോ ട്രാൻസ്ഫറിങ് നടക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെ വരണം. അങ്ങനെ ഈ ഒരു സ്റ്റോണ് നമ്മൾ ഏതൊരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്ലേസ് ചെയ്യേണ്ടത് അതിനാണ് നമ്മൾ നാച്ചുറൽ ബെഡ്, അതായത് ഏത് രീതിയിലാണോ അത് കിട്ടിയ ആ രീതിയിൽ തന്നെ അത് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാച്ചുറൽ ബെഡ് എന്ന് പറയുന്നത്. The building stones are obtained from rocks. These rocks have a distinct plane of division along the stones and can easily be split. അതായത് നമുക്കിപ്പം പാളികളായിട്ട് ചിലപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു അലൈൻമെന്റ് വരാൻ ചാൻസ് ഇല്ലേ? പാളികളായിട്ട് ഒരു ലെയർ ബൈ ലെയർ ആയിട്ട് കണ്ടില്ല, ഇങ്ങനെ വരാം ഇങ്ങനെയും വരാം. അപ്പൊ നമ്മൾ ഈ രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. അതായത് ഓരോ പാളികളാണ് ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ലോഡ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കാം? ആ ഒരു പാളി വെച്ചിട്ട് അത് വിണ്ടു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ സ്റ്റേബിൾ ആവുന്നത് എങ്ങനെയായിരിക്കും? ആ ഒരു പാളികൾ അല്ലെങ്കിൽ ആ ഒരു ലെയേഴ്സ് ഈ രീതിയിൽ വരുവാണെങ്കിൽ എന്തായിരിക്കും? ഇങ്ങനെ ലോഡ് ട്രാൻസ്ഫർ വന്നാലും പാളികളായിട്ട് നിരങ്ങി പോകില്ല. അപ്പൊ അത് മനസ്സിലാക്കാനാണ് നമ്മളത് നാച്ചുറൽ ബെഡിലാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത്. വിച്ച് സ്റ്റോൺസ് ആർ ഈസിലി ബി സ്പ്ലിറ്റ്. ദീസ് പ്ലെയിൻ റെപ്രസെന്റ് ദി നാച്ചുറൽ ബെഡ്. The stone masonry, the direction of natural bed should be perpendicular or nearly so that the direction of pressure. അതായത് നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ഫിഗർ നോക്കിക്കേ. അതായത് ഈ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള അലൈൻമെന്റ് ആണ് ആ ലോ ട്രാൻസ്ഫറിങ്ങിന്റെ അതേ ഡയറക്ഷൻ തന്നെ. ലോ ട്രാൻസ്ഫർ ഇങ്ങനെയാണെങ്കിൽ ആ പാളികളും ഇങ്ങനെ തന്നെ വന്ന് എന്ത് സംഭവിക്കും? അത് വിണ്ടു പോകാൻ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അതേസമയം ലോ ട്രാൻസ്ഫറിങ് ഇങ്ങനെയും പാളികൾ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ആ ലോ ട്രാൻസ്ഫറിങ് കാരണം ഇത് സ്പ്ലിറ്റ് ആയി പോകത്തില്ല. ഓക്കെ, അതാണ് ആദ്യത്തെ, നമ്മൾ ഏത് രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നതെന്നുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഓക്കെ പറ. നാച്ചുറൽ ബെഡ് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലൊന്ന് മനസ്സിലാക്കിയ. അടുത്തത് ഓക്കെ, അടുത്തത് സില്ല്. ഇത് നമുക്കിപ്പം ഡോറ്, വിൻഡോ അതൊക്കെ പഠിക്കാൻ നേരം നമ്മൾ ഈ ടൈം ഒന്നുകൂടെ പഠിക്കും. സില്ല് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെയൊക്കെ ജനലിന്റെ അടിപ്പാളി അല്ലെ, അത് റെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു കട്ട അല്ലെങ്കിൽ നമ്മളൊരു 30 സെന്റിമീറ്റർ ഹൈറ്റിൽ ഒരു ലെയർ വിരിച്ചിട്ട് അതിന്റെ മേലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ജനലിന്റെ പാളി കൊണ്ട് വെക്കുന്നത്. ആ ലെയർ നമ്മുടെ ജനലിന്റെ ബോട്ടം ഫ്രെയിം പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലെയറിനെയാണ് നമ്മൾ സിൽ എന്ന് പറയുന്നത്. സിൽ അല്ലെങ്കിൽ സിൽ ലെവൽ എന്നൊക്കെ പറയും. ആ ഒരു അരഭിത്തിന്റെ ആ ഒരു ലെവൽ, അതിനെയാണ് നമ്മൾ സിൽ ലെവൽ എന്ന് പറയുന്നത്. ദി ബോട്ടം സർഫേസ് ഓഫ് എ ഡോർ ഓർ എ വിൻഡോ ഓപ്പണിംഗ് ഇസ് കോൾഡ് സിൽ. അപ്പം വിൻഡോന്റെ ആയിക്കോട്ടെ, വിൻഡോന്റെ കേസിലാണ് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത്. ഡോറിന്റെ നമ്മൾ അത്രയും ഇതല്ല. സിൽ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് അരഭിത്തി ആ ഒരു ലെവലാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിപ്പം ഡോറിന്റെ ആണെങ്കിലും ബോട്ടം ഫ്രെയിം പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലെവൽ. അപ്പൊ കൂടുതൽ നിങ്ങൾ വിൻഡോന്റെ കാര്യം ഒന്ന് ഓർത്താൽ മതി. ഡോറിലേക്ക് പോയാൽ നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻ ആകും. കാരണം അതേതാണ്ട് പ്ലിന്ത് ലെവലല്ലേ നമ്മൾ ഡോറിന്റെ ഫ്രെയിം ഒക്കെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. അപ്പം സിൽ സ്റ്റോൺസ് ആർ സോ ഡ്രസ്ഡ് ദാറ്റ് പ്രിവെന്റ് ദി എൻട്രി ഓഫ് വാട്ടർ ഇൻ ദി ഇന്റീരിയർ ഓഫ് ദി ബിൽഡിംഗ്. അതായത് ഇപ്പം ജനലിലേക്കൊക്കെ വെള്ളം അടിച്ച് ആ ഒരു ജനലിന്റെ താഴെയുള്ള ആ ഒരു ലെയറൊക്കെ വെള്ളം അബ്സോർബ് ചെയ്ത് ഉള്ളിലേക്ക് വരാത്ത രീതിയിൽ ഒരു സെമി പെർമിയബിൾ അല്ലാത്ത ഒരു ലെയർ ആയിരിക്കും നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ആ വരുന്ന വെള്ളം ഒന്ന് പുറത്തേക്ക് ഡിസ്പോസ് ചെയ്യാൻ പാകത്തിന് കൊടുക്കുന്ന ആ ഒരു ലെയർ ഓഫ് സ്റ്റോൺ, അതിനെയാണ് നമ്മൾ സിൽ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ബോട്ടം സർഫേസ് ഓഫ് ദി ഡോർ ഓർ വിൻഡോ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലെയറിനെയാണ് സിൽ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഓർക്കാലോ അല്ലെ? സിൽ സ്റ്റോൺസ് എന്തിനു വേണ്ടിയിട്ടും കൂടിയാണ്? ആ ഒരു വെള്ളം ഉള്ളിലേക്ക് കയറുന്നത് പ്രിവെന്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. അടുത്തത് ഓക്കെ, ഇനി തൊട്ടാണ് നമുക്ക് കുറച്ച് പ്രശ്നം വരുന്നത് അല്ലെ? എന്താണ് കോർബൽ? അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്, കോർബൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ കോർബൽ എന്ന് പറയുമ്പോൾ ഇത്രയുള്ളൂ. ദി പ്രൊജക്ടിംഗ് സ്റ്റോൺ വിച്ച് ഇസ് യൂഷ്വലി പ്രൊവൈഡഡ് ടു സെർവ് ആസ് എ സപ്പോർട്ടിംഗ് ഫോർ റൂഫ് ട്രസ്, ബീം, വെതർ ഷീറ്റ് എക്സെട്ര.
ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഭിത്തിയിൽ നിന്ന് ഇത് നമ്മുടെ ഭിത്തിയാണെന്ന് വിചാരിക്കാം, ഇങ്ങനെ കുറച്ച് ഭാഗം പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. എങ്ങനെ ഇപ്പൊ മനസ്സിലാക്കാം? ഓക്കെ, ഈ രീതിയിൽ ഈ സപ്പോർട്ടിന്റെ മേലായിരിക്കും നമ്മളിപ്പം ഭിത്തിയുടെ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ റൂഫിന്റെ ഒക്കെ ട്രസ്സിന്റെ ആ ഒരു ലാൻഡിങ് കൊടുക്കുന്നില്ല, ഒരു പട്ടിക പോലെ അതുകൊണ്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭിത്തിയിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർബൽ എന്ന് പറയുന്നത്. ദി കോർബൽസ് ആർ ജനറലി മൗണ്ടഡ് ആൻഡ് ഗിവൺ ഓർണമെന്റൽ എഫക്ട്. ദി കോർബൽ ഷുഡ് എക്സ്റ്റെൻഡ് അറ്റ്ലീസ്റ്റ് 2/3 ഓഫ് ദി ലെങ്ത് ഓഫ് ദി ലെങ്ത് ഇൻ ടു ദി വാൾ. അത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് ഈ കാണുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർബൽ എന്ന് പറയുന്നത്. അപ്പം ഇതിങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ട് ഇത്തരം ഒരു റൂഫിന്റെ മെമ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ അതിനകത്തേക്ക് റെസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൊജക്ടിങ് സ്റ്റോണിനെയാണ് നമ്മൾ കോർബൽ എന്ന് പറയുന്നത്. അപ്പം ഇതിങ്ങനെ നിൽക്കണമെങ്കിൽ ഇതിന്റെ 2/3 ഉള്ളിലേക്ക് നിന്നാൽ മാത്രമേ ഇത് സേഫ് ആയിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ. ഓക്കെ, പ്രൊജക്ടിങ് ഭാഗം എന്ന് പറയുന്നത് 1/3 ഉണ്ടാവുള്ളൂ. 2/3 എന്തായിരിക്കും? ഈ ഭിത്തിന്റെ ഉള്ളിലേക്ക് കയറിയായിരിക്കും ഉണ്ടാവുക. അപ്പം അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? which is used for providing as a service support of roof truss, beam, weathering shed, etc. അത് ചെറിയ രീതിയിൽ ഒരു ഓർണമെന്റ് അല്ലെങ്കിൽ കാഴ്ചക്ക് ഒരു ഇച്ചിരി മനോഹരമാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അന്ന് മോൾഡ് ഒക്കെ ചെയ്ത് ഒന്ന് ഷേപ്പ് ഒക്കെ ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. പിന്നെ 2/3 ഭാഗം ഉള്ളിലേക്കുമാണ്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, ബേസിൽ വന്നിട്ടുണ്ടോ? ഓക്കെ, ബേസിനോടൊരു കാര്യം ചെയ്തില്ല അല്ലെ? ഇനി അതും ചോദിച്ചു എന്റെ അടുത്ത് വരണ്ടേ? ഓക്കെ, അപ്പോ ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് കോർണിസ്. ഇപ്പൊ നമ്മൾ കോർബലാണ് ഇപ്പൊ പഠിച്ചത്. അടുത്തത് കോർണിസ് എന്താണെന്നാണ് നോക്കുന്നത്. കോർണിസ് എന്ന് പറയുമ്പോൾ കോർണിസ് ഇസ് എ കോഴ്സ് ഓഫ് സ്റ്റോൺ പ്രൊവൈഡഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി വാൾ. ഒരു ഭിത്തിയുടെ മേലെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്റ്റോണിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോണിന്റെ നിരയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർണിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ജനറലി മോൾഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു അപ്പിയറൻസ് നോക്കുമ്പോഴത്തേക്ക് അധികം വൃത്തികേടൊന്നും തോന്നാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു പോർഷനാണ് നമ്മൾ കോർണിസ് എന്ന് പറയുന്നത്. ഞാൻ എടുക്കാട്ടത്. It is generally molded and given ornamental effect. It is weathered and throated to dispose of rainwater. Weathering and throating ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്താണ്. ഇനി in order to prevent the overturning of cornice, sufficient bearing or extra weight at the top in the form of parapet wall should be provided. അതായത് ഈ ഒരു ഭാഗം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുമല്ലേ, അപ്പം അതിങ്ങനെ ഓവർടേൺ ചെയ്തോ അല്ലെങ്കിൽ അതിങ്ങനെ പോവാണ്ടിരിക്കാൻ, വീട് പോകാണ്ടിരിക്കാൻ വേണ്ടി അതിന്റെ മേലെ ഒരു എക്സ്ട്രാ വെയിറ്റ് അല്ലെങ്കിൽ പാരപ്പറ്റ് വാളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പാരപ്പറ്റ് വാൾ എന്താണെന്ന് അറിയില്ലേ? നമ്മുടെ ഓപ്പൺ ടെറസിന്റെ സൈഡിലായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാൾ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരപ്പറ്റ് വാൾ എന്ന് പറയുന്നത്. അതിന്റെ ഒന്നും ഡെഫിനേഷൻ ഞാൻ പറയണ്ടല്ലോ അല്ലെ? അപ്പൊ പാരപ്പറ്റ് എന്ന് പറയുമ്പോൾ അതാണ്. ഈ കോർണിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കിപ്പം ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു പോർഷൻ കണ്ടില്ലേ? അതായത് ഇതാണ് നമ്മുടെ ഭിത്തി എന്ന് ഓർക്കുക. ഇതിന്റെ മേലെ പാരപ്പറ്റ് വാൾ, ഇതാണ് ടെറസ്. അപ്പം ഈ ഒരു ഭാഗത്ത് ഒരു ഓർണമെന്റൽ എഫക്റ്റ് കിട്ടാനും അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു എന്താണ് വെള്ളം ഒക്കെ ഈ ഒരു ഭിത്തിയിലേക്ക്, അതായത് ഡയറക്റ്റ് ആയിട്ട് ട്രെയിൻ ഒക്കെ വീഴുമ്പോഴത്തേക്കും ഈ ഒരു ഭിത്തിയിലേക്ക് വെള്ളം അടിക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ വെള്ളമായ ഭിത്തി കൂടെ പനിച്ചു കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ കോൺക്രീറ്റ് അങ്ങനത്തെ ഒരു ലെയർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം അധികം വലിച്ചെടുക്കാത്ത തരത്തിലുള്ള ഒരു നിര അതിന്റെ മേലെ വെക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വെള്ളം ഡിസ്പോസ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവ് കിട്ടും. അതിനു വേണ്ടി കൊടുക്കുന്നതാണ് എന്ത്? കോർണിസ്. അപ്പൊ കോർബൽ എന്താന്ന് പഠിച്ചു, കോർണിസ് എന്താന്ന് പഠിച്ചു. അതിന്റെ ചിത്രം ഒന്ന് മനസ്സിലിട്ടാൽ കൺഫ്യൂഷൻ ആവൂല. കോർണിസ്, കോർബൽ. ഇനിയിപ്പോ ഞാൻ കോർബല് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ട്രിക്ക് കൂടെ കാണിച്ചു തരാം. കോർബെല്ല് അതിനകത്ത് ജസ്റ്റ് ഓർത്താൽ മതി. നിങ്ങൾക്ക് ഇപ്പം ഡെഫിനേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതൊരു എക്സാമിന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ് കോർണിസ്, എന്താണ് കോർബൽ എന്ന് ചിലപ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്ര ഓർത്താൽ മതി. ഇതാണ് ഭിത്തി. ഓക്കെ, ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർബെൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ബെൽ എന്ന് പറയുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ ജസ്റ്റ് ഓർത്താൽ മതി, ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇതിനകത്ത് ഞാനൊരു മണി തൂക്കിയിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, മൗസ് കൊണ്ടാണ് വരച്ചത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാണ്ടായി പോയത് അല്ലെ? അപ്പം ഇങ്ങനെ നമ്മള് ഇനി വേറെ ഒന്നുമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട.
ഓക്കെ, ഇങ്ങനെ നമ്മൾ ആ പുറത്തേക്ക് നിൽക്കുന്ന ആ ഒരു ഭാഗത്തെ ഒരു ബെല്ല് തൂക്കിയിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഈ രീതിയിൽ വേറൊരു മെമ്പറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു പ്രൊജക്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർ ബെൽ എന്ന് പറയുന്നത്. പക്ഷെ കോർനിസിൽ നമ്മൾ അങ്ങനെ ഒന്നും ഓർക്കണ്ട, കോർ ബെല്ലിന്റെ ബെല്ലൊന്ന് ഓർത്താൽ മതി. ഓക്കെ ആണോ? നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്ന ട്രിക്കാണ്. നീ അങ്ങനെയല്ല പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിച്ചോളൂ, വെൽ ആൻഡ് ഗുഡ്. ഓക്കെ അല്ലേ? അവസാനം എക്സാമിന് പോകുമ്പോഴത്തേക്കും ബെല്ല് എവിടെയാണ്, എന്താ തൂക്കിയിട്ടെന്നൊന്നും ചോദിച്ചേക്കരുത്. റെഡി. ഇനി അടുത്തത് നമുക്ക് കോർണിസ് നമ്മൾ നോക്കി. ഇനി അടുത്തത് കോപ്പിംഗ്. ഓക്കെ, കോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മളൊക്കെ മതിലിന്റെ മേലെ വെള്ളം കയറിപ്പോകാൻ, അല്ലെങ്കിൽ ആ ജോയിന്റിൽ കൂടെ വെള്ളം ഇറങ്ങാനുള്ള ഒരു ചാൻസ് ഇല്ല. മതിലിന്റെ ഒക്കെ മേലെ ഒരു ജോയിന്റ് വരുന്നില്ല, അതായത് നമ്മൾ കട്ട കണ്ട് ഇവിടെ കണ്ടില്ലേ, നമ്മൾ ഓരോ കട്ട കൊണ്ട് ഇത് കെട്ടുകയാണ്. അപ്പം ഈ ജോയിന്റിൽ കൂടെ വെള്ളം ഇറങ്ങാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പം ഈ ചാൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിന് മേലെ കൂടെ ഒരു ലെയർ ഓഫ് സ്റ്റോൺ നമ്മൾ ഇങ്ങനെ ലേ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? വെള്ളം ആ ഒരു ജോയിന്റിൽ കൂടെ താഴേക്ക് ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോയി അതിന് മേലെ ഒരു വെള്ളം ഡിസ്പോസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു ഭിത്തിയിലൂടെ ആ ഒരു എക്സ്പോസ്ഡ് വാളിൽ കൂടെ വെള്ളം ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലെയർ ഓഫ് സ്റ്റോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്പിംഗ് എന്ന് പറയുന്നത്. കോപ്പിംഗ് ഒറ്റ പി ഉള്ളൂ കേട്ടോ, എന്റെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരും ഇടയ്ക്ക്, നിങ്ങൾക്ക് അത് വരാണ്ടിരിക്കണം. അപ്പൊ കോപ്പിംഗ് എന്താണെന്ന് പഠിക്കുക. ഇനി അത് ഓർക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു തരണോ? ഓർത്തോളൂ. The coping is a course of stone which is laid at the top wall so as to protect the wall from rainwater. ഒരു ഭിത്തിയുടെ മേലെ നമ്മൾ കൊടുക്കുന്ന ആ ലെയർ ഓഫ് സ്റ്റോൺ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഭിത്തിനെ വെള്ളത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, റെയിൻ വാട്ടറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. This course is generally provided at the top of the compound wall or parapet wall and it is suitably weathered and throated. വെതറിങ്ങും ത്രോട്ടിങ് ഞാൻ പറയാന്ന് പറഞ്ഞു, അതിനുശേഷം ഞാൻ ഇതൊന്നും വായിച്ചു തരാം കേട്ടോ. Sometimes the term coping is used to refer to the cutting of the stones by means of feathers, plugs or wedges. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർക്കണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾ നേരത്തെ ഇതൊന്ന് മനസ്സിലാക്കുക. ഇനി അത് ഓർക്കാൻ വേണ്ടി ഇത്രയും ചെയ്താൽ മതി. നമ്മളൊക്കെ ചിലപ്പോൾ ഈ ഒരു പാരപ്പറ്റിന്റെ മേലെയോ അല്ലെങ്കിൽ പുറത്തെ ഒരു മതിലിനൊക്കെ മേലെ കയറി ഇരിക്കാൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കൂർത്ത് അത് വെച്ചിട്ടുണ്ടാവും അല്ലെ, ഈ രീതിയിൽ അതിനെ കൂർത്ത് വെച്ചിട്ടുണ്ടാവും, നമുക്ക് ഇരിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഇരിക്കാൻ സാധിക്കാത്ത തരത്തിൽ. അപ്പൊ നമ്മൾ ഓർക്കും ഈ കോപ്പ് എന്തിനാണ് ഇതിന്റെ മേലെ ഉണ്ടാക്കി വെച്ചതെന്ന്. ഈ കോപ്പ് എന്തിനാണ് ഇതിന്റെ മേലെ ഉണ്ടാക്കി വെച്ചതെന്ന് നമ്മൾ ഓർക്കും. അപ്പം അങ്ങനെ ആ കോപ്പ് ഉണ്ടാക്കി വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സാമിന് വരാൻ നേരത്ത് കോപ്പിംഗ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വാളിന്റെ മേലെ ഈ കോപ്പ് ഉണ്ടാക്കി വെക്കുന്നത് നല്ല എഴുതേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? വെതറിങ്ങും വെള്ളം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭിത്തിയുടെ മേലെ, ഒരു എക്സ്പോസ്ഡ് വാളിന്റെ മേലെ ഒരു പെർമിയബിൾ അല്ലാത്ത തരത്തിലുള്ള ഒരു ലെയർ ഓഫ് സ്റ്റോൺ പ്ലേസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞു തന്നത്. ഓക്കെ, എന്ത് പറഞ്ഞു തന്നാലും അത് മനസ്സിലാക്കേണ്ട രീതിയിൽ തന്നെ മനസ്സിലാക്കണം. ഓക്കെ, റെഡിയാണോ? അപ്പം കുറെ ഡെഫിനേഷൻ പറയുന്നത് കൊണ്ട് കുറച്ചെണ്ണം നമ്മൾ ഈ രീതിയിൽ ഓർത്തിരുന്നാൽ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, കുറച്ചൊന്നുമല്ല, കുറെ ഡെഫിനേഷൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവസാനം എന്നെ തന്നെ വരാകും. അപ്പം ഇങ്ങനെ കുറച്ച് ട്രിക്കായിട്ട് ഓർക്കുക. ഓക്കെ, അടുത്തത് അപ്പൊ നമ്മള് കോർണിസ്, കോർബൽ, കോപ്പിംഗ് ഓർമ്മയുണ്ടല്ലോ അല്ലെ. ഇനി ഞാൻ പറഞ്ഞു വെതറിങ്ങും ത്രോട്ടിങ്ങും എന്താണ്. വെതറിങ് മനസ്സിലാവാൻ ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ചെരിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വെള്ളം അതിന്റെ മേലെ കൂടെ ആയിരിക്കും ഇങ്ങനെ ഒഴുകി പോകുന്നത്. അങ്ങനെ ആ ചെരിച്ചു കൊടുക്കുന്ന വെള്ളം ഒഴുകി പോകാൻ പാകത്തിന് നമ്മളിങ്ങനെ ചെരിച്ചു കൊടുക്കുന്ന ആ സർഫേസിനാണ് വെതറിങ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ നിങ്ങളൊക്കെ വീടിന്റെ പുറത്തിറങ്ങിയിട്ട് സൺഷെയ്ഡിന്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പൈപ്പും കൊണ്ട് ഒരു ബീഡിങ് പോലെ കൊടുത്തിട്ടുണ്ടാവും, ഒരു വട്ടത്തിൽ ഒരു ചെറിയ ഏരിയ. അതെന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ ആ സൺഷെയ്ഡിൽ കൂടെ വെള്ളം ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ബീഡിങ് കൊടുക്കുന്നത് വഴി എന്ത് സംഭവിക്കും? ആ ഒരു ബീഡിങ്ങിൽ കൂടെ വെള്ളം എത്തി അതിന്റെ അറ്റത്തെത്തി കഴിഞ്ഞിട്ട് അതിലെ താഴേക്ക് വീഴത്തുള്ളൂ. ആ സൺഷെയ്ഡിൽ കൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന ഒരു പരിപാടിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ചെറിയ ബീഡിങ് ആയിട്ട് ഇങ്ങനെ കൊടുക്കൂലേ, കണ്ടില്ലേ, ഒരു ചെറിയ ഒരു ഇതായിട്ട് ഒരു പൈപ്പ് പോലെ. അതിനാണ് നമ്മൾ ത്രോട്ടിങ് എന്ന് പറയുന്നത്. ത്രോട്ടിങ്. ഓക്കെ, അപ്പൊ വെതറിങ്, ത്രോട്ടിങ് അത് ഞാൻ ഇനി എടുക്കുന്നുണ്ട്, ഇനി പറഞ്ഞു തരുന്നുണ്ട് ഡെഫിനേഷൻ ആയിട്ട്. നമുക്ക് ചിത്രം കൂടെ കാണുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കത്തും. ഇതാണ് വെതറിങ്. ഇവിടെ നിങ്ങൾക്ക് കാണാലോ ഈ രീതിയിൽ കണ്ടോ, ഒരു സ്ലോപ്ഡ് ഏരിയ. എന്തിനു വേണ്ടിയിട്ടാണ്?
മഴത്തുള്ളികൾ വീഴുമ്പോഴത്തേക്കും ഈ ഒരു വെതറിങ് ആ ഒരു സർഫസിൽ കൂടി ആയിരിക്കും ഒഴുകി പോകുന്നത്. ഓക്കെ, ദി അപ്പർ സർഫേസ് ഓഫ് ദി സ്റ്റോൺസ് യൂസ്ഡ് ഫോർ സിൽ, കോർണിസ് ആൻഡ് കോപ്പിംഗ് is dressed in a sloping way so that the water may flow off easily. എളുപ്പത്തിൽ ആ ഒരു സ്ലോപ്ഡ് സർഫേസിൽ കൂടെ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു ലെയർ, അതിനെയാണ് നമ്മൾ വെതറിംഗ് എന്ന് പറയുന്നത്. ദി ടേം വെതറിംഗ് is sometimes used to denote the wearing of stone surface by means of weather. വെതറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ തേയ്മാനം സംഭവിക്കുക അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയറിക് ഏജന്റ് വഴി അതൊന്ന് എന്തെങ്കിലും ഒരു നഷ്ടം അതിന്റെ മേലെ കൂടെ അല്ലെങ്കിൽ ഒരു ചെറിയ ഭാഗം തേഞ്ഞ് തീരുവാണ്, അതിനെ നമ്മൾ വെതറിംഗ് എന്ന് പറയും. ജസ്റ്റ് ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, ആ ഒരു സ്ലോപ്പ് ചെയ്ത സർഫേസ് എന്തിനു വേണ്ടിയിട്ട് വെള്ളം കടത്തിവിടാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു സ്ലോപ്പ് സർഫേസിനാണ് സ്റ്റോൺ മേസൺറിയിൽ വെതറിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഞാൻ അടിച്ചടിച്ച് വിടുവാണേ, അടുത്തേക്ക് പോട്ടെ. പറഞ്ഞേ, ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണേൽ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പറയാം. നെക്സ്റ്റ്, അടുത്തത് ത്രോട്ടിങ്. ഞാൻ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ്, വെള്ളം ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരാണ്ടിരിക്കാൻ വേണ്ടി. ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇവിടെ നമ്മളിപ്പം വീട്ടിൽ കാണുന്ന പോലത്തെ ഒരു ത്രോട്ടിങ് അല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ വീട്ടിലാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ രീതിയിൽ ഒരു പ്രൊജക്ടിങ് വാള് അതിന്റെ ഇവിടുന്ന് ഇങ്ങനെ ഒരു വട്ടത്തിൽ, വട്ടം ഉദ്ദേശിക്കുന്ന ഒരു പൈപ്പ് കൊണ്ട് നമ്മളിങ്ങനെ ഒരു ചെറുതായിട്ട് ഒരു ബീഡിങ് പോലെ കൊടുക്കൂലേ. അപ്പം ഇതിലെ ഇങ്ങനെ വെള്ളം വന്നിട്ട്, നേരത്തെ കേസ് ആണെങ്കിൽ ഇങ്ങനെ ഉള്ളിലേക്ക് വരെ കയറും അല്ലേ. ഈ ഒരു കേസിൽ എന്താ സംഭവിക്കുക, ഈ ഒരു ബീഡിങ് കൊടുക്കരുത്, താഴേക്ക് വീണു. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന വെള്ളം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു ബീഡിങ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ത്രോട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ വായിക്കാം. ദി ഗ്രൂവ് ഈസ് പ്രൊവൈഡഡ് ഓൺ ദി അണ്ടർ സൈഡ് ഓഫ് ദി സിൽ, സിൽ അല്ലെങ്കിൽ നമ്മുടെ കോർണേഴ്സ് ഒക്കെ ആയിട്ട്, ഓക്കെ, cornice or coping, so that the rainwater can be discharged clear of the wall surface. It is known as throttling. Okay, മനസ്സിലായല്ലോ അല്ലേ? ഈ ഒരു ഭിത്തിയിലേക്ക് എത്താണ്ട് ഈ ഒരു വെള്ളത്തിനെ ഇവിടുന്ന് തന്നെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു ഗ്രൂവ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ. ഗ്രൂവ് എന്ന് പറയുന്നത് ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു വട്ടത്തിൽ കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് വേണേൽ പുറത്തേക്ക് ഇങ്ങനെ മുഴച്ചു വേണേലും കൊടുക്കാം. അപ്പം അങ്ങനെ കൊടുക്കുന്ന ആ ഒരു ലെയറോ അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ത്രോട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിഷൻ മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത്, ആർക്കും ഒരു ഡൗട്ടും ഇല്ല, ടപ്പ എന്ന് പറഞ്ഞ് തീരുന്നുണ്ടല്ലോ. അടുത്തത് സ്ട്രിങ്ങിങ് കോഴ്സ്. ഓക്കെ, ഇത് ഡെഫിനേഷൻ ഇങ്ങനെ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ദി ഹൊറിസോണ്ടൽ കോഴ്സ് പ്രൊവൈഡഡ് അറ്റ് ദി സ്യൂട്ടബിൾ ലെവൽസ് ബിറ്റ്വീൻ ദി പ്ലിന്ത് ആൻഡ് ദി കോർണിസ് ഇസ് ടേംഡ് ആസ് സ്ട്രിങ്ങിങ് കോഴ്സ്. It breaks the monotony of the plane surface and it sometimes molded and given architectural view. The string course is suitably weathered and throttled so as to throw off the rainwater. ഇത്രേ ഉള്ളൂ. നമുക്കിപ്പം പ്ലിന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു അടിത്തറ അല്ലെ, അവിടെ മുതൽ ലിൻഡൽ വരെയൊക്കെ നമ്മളിപ്പോൾ ഒരേ നിരയിലായിട്ടാണ് സ്റ്റോൺ ഇങ്ങനെ പാകുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കട്ട കെട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു സിൽ ലെവലൊക്കെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഒരു ഓർണമെന്റൽ എഫക്ട് കിട്ടാൻ വേണ്ടി കുറച്ച് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു നേര ഇങ്ങനെ വെക്കും. ഓക്കെ, ആ ഒരു സെയിം ഉള്ളെങ്കിൽ ആ ഒരു യൂണിഫോമിറ്റി നഷ്ടപ്പെടുത്താൻ പാകത്തിന് ഒരു നിശ്ചിത ഇന്റർവെൽ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന തരത്തിൽ ലേ ചെയ്യുന്ന ആ ഒരു ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രിങ്ങിങ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദി ഹൊറിസോണ്ടൽ കോഴ്സ് പ്രൊവൈഡഡ് അറ്റ് സ്യൂട്ടബിൾ ലെവൽസ് ബിറ്റ്വീൻ ദി പ്ലിന്ത് ആൻഡ് ദി കോർണിസ്. ഓക്കെ, അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല, ഏത് ലെവൽ വരെയും നമുക്ക് ഉദ്ദേശിക്കാം. ഇപ്പൊ ലിൻഡ് ലെവൽ അവിടെയാണ് കോർണിസ് അല്ലെങ്കിൽ കോർബലൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ സ്ലാബ് വരെയൊക്കെ, അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആ ഒരു മോണോട്ടോണി എന്ന് പറയുന്നത് ഒരേ രീതി തന്നെ അതിങ്ങനെ ഇരിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി എന്താണ്, ഒരു മാറ്റം പോലെ അല്ലെങ്കിൽ ഒന്നൊരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത അളവ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു നിര, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രിങ്ങിങ് കോഴ്സ് അല്ലെ. ഇറ്റ് ബ്രേക്സ് ദി മോണോട്ടോണി എന്ന് പറയുമ്പോൾ ആ ഒരു ഒരേപോലെ തന്നെ ഇരിക്കുന്നതിന്റെ ആ ഒരു എഫക്ട്, പ്രത്യേകമായിട്ട് ഒരു വെറൈറ്റി ഒന്നും തോന്നുന്നില്ലെങ്കിൽ നമുക്കൊന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു സ്റ്റോൺ. സംടൈംസ് മോൾഡർ ആൻഡ് ഗിവൺ, അതായത് ഒന്ന് ചെറിയ രീതിയിൽ ഒരു കട്ടിങ്ങും ഒരു മോൾഡിംഗ് ഒക്കെ കൊടുത്ത് വേണമെങ്കിൽ എന്താണ് കാഴ്ചക്ക് കുറച്ചും കൂടി ഗുമ്മുള്ള രീതിയിലാക്കാം. ദി സ്ട്രിങ് കോഴ്സ് ഈസ് സ്യൂട്ടബിളി വെതേർഡ് ആൻഡ് ത്രോട്ടഡ് സോ ആസ് ടു ത്രോ ഓഫ്. ഞാൻ പറഞ്ഞല്ലോ, വെതറിങ്ങും ത്രോട്ടിങ്ങും കൂടി കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു നേരത്തെ കഴിയുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വീണു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയും വേണം നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം അല്ലെ, ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ചെരിവ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ നമുക്ക് താഴെ ഒരു ചെറിയ ത്രോട്ടിങ് കൂടെ കൊടുക്കാം. അപ്പൊ എന്താണ്, ഈ ഭിത്തിയിലൊക്കെ വെള്ളം വീഴുവാണെങ്കിൽ അത് ഇതിനകത്തൂടെ വീണ് താഴേക്ക് പോയിക്കോളും, ഭിത്തിയിലേക്ക് കയറാണ്ട് തന്നെ ഒഴിവായിക്കോളും. അപ്പൊ നമ്മൾ സ്ട്രിങ്ങിങ് കോഴ്സും കൂടെ പറഞ്ഞു.
ഓക്കെ അല്ലേ? നെക്സ്റ്റ് സ്ട്രിംഗ് കോഴ്സ് പോലെ തന്നെ ഉള്ളതാണ് അടുത്തത്. എന്താണ് ലേസിംഗ് കോഴ്സ്? ലേസിംഗ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു നിശ്ചിത അളവ് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കുറച്ചും കൂടെ യൂണിഫോം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെയറിനെയാണ് നമ്മൾ ലേസിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ദി ഹൊറിസോണ്ടൽ കോഴ്സ് പ്രൊവൈഡഡ് ടു സ്ട്രെങ്തൻ എ വാൾ ഓഫ് ഇറഗുലർ സ്മോൾ സ്റ്റോൺസ് ഇസ് യൂസ്ഡ് ആസ് ലേസിംഗ് കോഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ഈ ലേസിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ഈ ലെയർ കണ്ടോ, ബാക്കിയെല്ലാം ചെറിയ ചെറിയ കല്ലുകളും കൊണ്ട് പെറുക്കി വെച്ചിട്ട് ഒരു നേരെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു നിശ്ചിത അളവ് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരേ രീതിയിൽ ഇച്ചിരിയും കൂടെ ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ ഷേപ്പ് ഒക്കെ ഉള്ള ഒരു നേരെ അങ്ങനെ വെക്കും. അപ്പം അത്രയും ഭാഗത്തുള്ള ഭാഗം കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആവില്ലേ, അങ്ങനെ കൊടുക്കുന്നത് ആ ഒരു നേരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേസിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഓക്കെ പറഞ്ഞ് ഞാൻ അടുത്തേക്ക് പോകും. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ഐദർ അഷ്ലാർ മേസൺറി ഓർ കോസ്റ്റ് ഡബിൾ മേസൺറി ഓർ ബ്രിക്ക് മേസൺറി. ഇതിനകത്ത് ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ലെയർ ആഡ് ചെയ്യാൻ പറ്റും. അഷ്ലാർ മേസൺറി എന്താണെന്ന് നമ്മൾ പഠിച്ചു, കോസ്റ്റ് ഡബിൾ മേസൺറി എന്താണെന്ന് പഠിച്ചു. കോഴ്സ് വരുമ്പോഴത്തേക്ക് എന്താണ്? നിശ്ചിത അളവെത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു നിരയാക്കിയിട്ട് അതിനെ ഇതാക്കും. അതിനുശേഷമായിരിക്കും അടുത്ത നിര ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നിരയിൽ ബ്രിക്ക് മേസൺറി ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലേസിംഗ് കോഴ്സും കൂടെ പഠിച്ചു. ഡെഫിനിഷൻ പഠിക്കണേ. ഇത് എനിക്ക് എന്നെക്കാളും കൂടുതൽ പണിയെടുക്കേണ്ടത് നിങ്ങളാണ്, കാരണം ഈ ഡെഫിനിഷൻസ് ഒക്കെ പഠിക്കണം. എനിക്കാണ് ഇഷ്ടം പോലെ ചോദിക്കാനും സ്ഥലം ഉണ്ടാവും. ഒരു എക്സാമോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത പരീക്ഷ ഇടാൻ നേരത്തെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എനിക്ക് ചോദിക്കാം. ലാസ്റ്റ് വൺ, പ്ലിന്ത്. പ്ലിന്ത് കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെയൊക്കെ ആ കട്ടുകെട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആ ടെർമിനേറ്റ് ചെയ്യുന്ന കല്ല് കെട്ടി നമ്മൾ നിർത്തുന്ന ആ ഒരു ഭാഗമില്ല, ഉള്ളിൽ മണ്ണിന്റെ ഫില്ലിങ്ങും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒന്ന് ഉയർന്നു നിൽക്കാൻ പാകത്തിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലെയർ അല്ലെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലിന്ത് എന്ന് പറയുന്നത്. ദി പ്രൊജക്റ്റിംഗ് കോഴ്സ് അറ്റ് ഗ്രൗണ്ട് ലെവൽ ഇസ് നോൺ ആസ് പ്ലിന്ത്. ദി പ്രൊജക്റ്റിംഗ് കോഴ്സ് അറ്റ് ഗ്രൗണ്ട് ലെവൽ, ഗ്രൗണ്ട് ലെവലിൽ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ലെയർ, ഗ്രൗണ്ട് ലെവലിലോ നമ്മുടെ കട്ടുകെട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ലെയർ, നമ്മൾ ബെൽറ്റ് വാർക്കുന്നതിന്റെ തൊട്ടുമേലെ അല്ലെ, ബെൽറ്റിനെ തന്നെയാണ് നമ്മൾ ഈ പ്ലിന്ത് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ചും കൂടി ഒരു വെള്ളമൊക്കെ കയറുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു സോല് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലെയർ അല്ലെങ്കിൽ ആ ഒരു നിര അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റ്. ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദി ഹൈറ്റ് ഓഫ് ഗ്രൗണ്ട് ലെവൽ ഫ്രം ദി ഹൈറ്റ് ഓഫ് ഗ്രൗണ്ട് ഫ്ലോർ ലെവൽ ഫ്രം ദി ഗ്രൗണ്ട് ലെവൽ. അതായത് ജസ്റ്റ് ഇത്രേ ഉള്ളൂ, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ലെവലിനെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് ഉയർത്തി വെക്കാൻ പാകത്തിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു നിര അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റ്. ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദി ഹൈറ്റ് ഓഫ്, അല്ലെങ്കിൽ നമ്മൾ അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ട് ഫ്ലോർ ലെവൽ ഫ്രം ദി ഗ്രൗണ്ട് ലെവൽ, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോർ ലെവലിനെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. ദി കോഴ്സ് പ്രൊട്ടക്ട്സ് ദി ഇന്റീരിയർ ഓഫ് ദി ബിൽഡിംഗ് ഫ്രം റെയിൻ, വാട്ടർ, ഫ്രോസ്റ്റ് എക്സെട്ര. വെള്ളം ഇങ്ങനെ ഉള്ളിലേക്ക് പഞ്ച് കയറി വരാണ്ടിരിക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലൊക്കെ വെള്ളമൊക്കെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ എന്താണ്, അങ്ങനത്തെ വെള്ളമൊക്കെ ഫ്ലോറിലേക്ക് എൻട്രി ചെയ്യാണ്ടിരിക്കൂലേ, അതിനുവേണ്ടി കൊടുക്കുന്നത്. ഇറ്റ് ഈസ് മോൾഡഡ് ആൻഡ് ഗിവൺ ഓർണമെന്റൽ ട്രീറ്റ്മെന്റ്. ദി ഓഫ്സെറ്റ് ഓഫ് ദി പ്ലിന്ത് ലെവൽ ഇസ് സംടൈംസ് ഒമിറ്റഡ് ഫോർ ആർക്കിടെക്ചറൽ പർപ്പസ്. ഇപ്പൊ ചില കേസിലൊക്കെ ഭിത്തിയും ഈ പ്ലിന്തും തമ്മിൽ അധികം വേർതിരിവ് ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ ചിലപ്പോൾ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അത് ഒരുപാട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് കണ്ടാൽ ഒരു എന്താണ്, ഒരു വൃത്തികേട് പോലെ തോന്നില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊജക്ഷൻ നമ്മൾ പരമാവധി ലിമിറ്റ് ചെയ്യും. അതിന്റെ കൂടുതലും എന്താണ്, അതായത് നമ്മൾ ഈ പ്ലിന്ത് ലെവലിന്റെ പുറത്തോട് പുറം ചേർത്ത് നമ്മൾ കട്ട് കെട്ടുവാണെങ്കിൽ എന്താണ്, അധികം പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കൂലല്ലോ, പക്ഷെ ഉള്ളിലേക്ക് ആ ഒരു വീതി ഉണ്ടാവും. ആ രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ടാവും. അപ്പൊ പ്ലിന്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രൗണ്ട് ഫ്ലോറിനെയും ഗ്രൗണ്ട് ലെവലിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. എന്തിനു വേണ്ടിയിട്ടാണ്? വെള്ളം അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ പഞ്ച് കയറി വരുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സെപ്പറേഷൻ, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു അറേഞ്ച്മെന്റ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലിന്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും ഡെഫിനേഷൻസ് ആണ് സ്റ്റോൺ മേസൺറിയിൽ ഉള്ളത്. അപ്പൊ നമ്മൾ സ്റ്റോൺ മേസൺറി നോക്കി, അതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കി, കുറെ ടേംസ് നോക്കി. ഇത്രയാണ് നമുക്ക് സ്റ്റോൺ മേസൺറിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബ്രിക്ക് മേസൺറിനെ കുറിച്ച് പഠിക്കാം. അപ്പം ചിലപ്പോൾ അത് ലൈവായിട്ട് എടുക്കും, കാരണം കുറെ ടേംസ് ഉണ്ട്, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നും എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം ലൈവായിട്ട് തന്നെ എടുക്കും. അപ്പോൾ ഇനിയും ക്ലാസ്സിൽ കയറാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം, കാരണം ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ്. നിങ്ങൾക്ക് ഒരുപാട് അസൗകര്യമൊക്കെ വരുന്നുണ്ട്, നമ്മൾ ലൈവ് ഒഴിവാക്കിയിട്ട് റെക്കോർഡിലേക്ക് പോകും. തറ തന്നെ കേട്ടോ, ഒരാൾ പേഴ്സണലായിട്ട് എനിക്ക് പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ, നമ്മുടെയൊക്കെ ലെവല് അല്ലേ, അടിത്തറ, അതിനെ തന്നെയാണ് നമ്മൾ പ്ലിന്ത് ആയിട്ട് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, നിങ്ങൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാനും റെക്കോർഡിലേക്ക് തന്നെ പോകും. പിന്നെ മനസ്സിലായിട്ടില്ല കേട്ടിട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അപ്പം ആൾക്കാർ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലൈവ് എടുക്കാന്ന് വെക്കുന്നത്. ആൾക്കാരൊക്കെ കുറവാണെങ്കിൽ എനിക്ക് ലൈവ് എടുക്കാനൊന്നും തോന്നുന്നു. അപ്പോൾ നിർത്താം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പം ഈ ടേംസ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാ ശരി, ബൈ.